ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും മനോഹരമായ ഒരു ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മധ്യകേരള മഹായിടവകയായി ഇന്ന് യുവജന ഞായറായിട്ട് പ്രത്യേകമായിട്ട് വേർതിരിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ട് നമ്മളുടെ സഭയിലെ യുവജനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തെ ഓർത്തും അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്തും സഭയായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിലിരുന്നു കൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിനത്തിൻ്റെ പ്രഭാതം കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഒരാഴ്ചക്കാലം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ മേൽ വ്യാപരിച്ച എല്ലാ ദൈവകൃപയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവമേ, ഏഴകളാകുന്ന അടിയങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും എല്ലാം കർത്താവെ അങ്ങേക്ക് മഹത്വം കരുട്ടുന്ന അനുഭവമാക്കി അവിടുന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെയും ദൈവമേ അവിടുന്ന് വിശുദ്ധീകരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുകൊണ്ട് കൃപ കൊണ്ട് ഞങ്ങളെ വഴി നടത്തണം. ആരാധനയുടെ അനുഭവക്കാരായി മാറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വചനത്തെ കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ദൈവമേ അടിയങ്ങളെ അവിടുന്ന് ഒരുക്കി അനുഗ്രഹിച്ചാട്ട്. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ദൈവനാമ മഹത്വത്തിനായി ജ്ഞാനകീർത്തനങ്ങളിൽ 265 കീർത്തനത്തിൻ്റെ ആദ്യത്തെ രണ്ടും അവസാനത്തെ ചരണവും നമുക്ക് പാടാം. കീർത്തനം 265 ആദ്യത്തെ രണ്ടും അവസാനത്തെ ചരണവും. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും
നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് ഏറ്റവും വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികൾ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചേരാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളേറ്റു പറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങളിന്മേ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന്
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പീൻ. പെന്തക്കോസ്തിന് പിമ്പ് 18-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. യുവജന ഞായർ, യുവജനങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷകർ, നീതിയുടെ പ്രഘോഷകർ. മഹാകരുണയുള്ള ദൈവമേ, നിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ച് ഞങ്ങളിൽ വലിയവരാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം മറ്റുള്ളവർക്ക് ശുശ്രൂഷക്കാരാകണമെന്ന് പഠിപ്പിച്ച നിൻ്റെ കരുതലിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ ഞങ്ങളിലും നൽകി നീതിക്കായി കഷ്ടതയേൽക്കുവാനും പരസ്പര സ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു. 146-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 146 നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, നന്മനമേ യഹോവയെ സ്തുതിക്കാം. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിന്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. മൂന്ന് വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹനന്യാവും അസര്യാവും മീശായേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ.
കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35-ാം വാക്യം മുതലുള്ള ദൈവതിരുവചനങ്ങളെ കേൾപ്പീൻ. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവീൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും. നിശ്ചയം എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ട് തുടങ്ങി. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുബലിയായി കൊടുപ്പാനും അത്രേ വന്നത്. ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീ ആകുന്നു, നീ ഞങ്ങളെ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പിതാവിൻ്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്കിൽ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് CSI മധ്യകേരള മഹായിടവകയായി യുവജന ഞായറായിട്ട് പ്രത്യേകമായിട്ട് ഓർത്ത് ആചരിക്കുന്ന ദിവസമാണ്. നമ്മളുടെ സഭയിലെ യുവജന പ്രസ്ഥാനത്തെ, അതിൻ്റെ നേതൃത്വത്തെയും അതിലെ ഓരോ അംഗങ്ങളെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ വർഷം പ്രത്യേകമായി ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാനായിട്ട് നമ്മുടെ യുവജനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു.
അവരുടെ പരിശ്രമങ്ങളെ ഓർത്ത ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് വചന ശുശ്രൂഷയ്ക്കും പ്രത്യേകമായ ക്രമീകരണമാണ് മഹായിടവകയായിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ പ്രകാരം ശ്രീ ഷിൻഡു ജോൺ ചാണ്ടി ഇന്ന് നമ്മോട് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നു. അദ്ദേഹം വൈദിക പരിശീലനത്തിനായിട്ട് വൈദിക പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ തൻ്റെ 2ാം വർഷത്തെ പരിശീലനം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പള്ളം വൈദിക ജില്ലയിൽ കിടങ്ങറ സഭയുടെ ശുശ്രൂഷകനായിട്ടും ഒപ്പം നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഓഫീസ് സെക്രട്ടറിയായും ചങ്ങനാശ്ശേരി യൂത്ത് സെൻറ്ററിൻ്റെ ചുമതലയിലുമായിരിക്കുന്നു. ഏറെ സന്തോഷത്തോടുകൂടി പ്രിയ ഷിൻഡു ജോൺ ചാണ്ടിയെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജ്ഞാനകീർത്തനങ്ങളിൽ 270 കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ നമുക്ക് പാടാം. കീർത്തനം 270 ആദ്യത്തെ 2 ചരണങ്ങൾ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന വലിയ രോഗഭീതിയിലും ഞങ്ങൾക്ക് സഭയായി തിരുസന്നിധിയിലായിരിക്കുവാൻ സാധിച്ചതിനായി സ്തോത്രം. യുവജന ഞായറായി ഇന്ന് ആചരിക്കുന്ന ഇന്ന് യുവജന പ്രസ്ഥാനത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയുടെ അടിത്തറയാകുന്ന യുവജനത്തെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ. സഭയെ നയിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ. ഇന്ന് വചനം സംസാരിക്കുന്ന അടിയനെ അവിടെ നിയന്ത്രിക്കണമേ, ഉപയോഗിക്കണമേ. കേൾക്കുന്ന മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് സഭയായി യുവജന ഞായറായിട്ട് ആചരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച തിരുവല്ല ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ തുടങ്ങിയ യുവജനവാര ആഘോഷങ്ങൾക്ക് ഇന്ന് സമാധിയാണ്. ആദ്യമായി തന്നെ ആമുഖമായി മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ സഭയിലെ പ്രസ്ഥാനത്തിൻ്റെ യൂണിറ്റിനും അതുപോലെ തന്നെ സഭാവിശ്വാസികൾക്കും നേരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് പല പ്രവർത്തനങ്ങളും പ്രസ്ഥാനത്തിൻ്റെതായിട്ട് നടന്നു. ഇതിൽ വ്യക്തിപരമായിട്ട് ഏറെ അഭിമാനം തോന്നിയത് വേറിട്ട ഒരു പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ ദിവസം പള്ളാത്തുരുത്തി ദേവാലയത്തിൽ നടന്ന പ്രവർത്തനം. അവിടെ തകർന്നുപോയ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വൃത്തിയാക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ആ നിലം ലെവലാക്കുകയും ഒക്കെ ചെയ്തു. ഒരു പുതിയ ദേവാലയ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാണ് പ്രസ്ഥാനം അവിടെ ചെയ്തത്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ മാറ്റ് കൂട്ടുന്നത്. മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും ഒരു പൊൻതൂവലാണ് നമ്മളുടെ തെലങ്കാന മിഷൻ. നാളിതുവരെ നമുക്കവിടെ വിദ്യാഭ്യാസ രീതിയിലും ശുശ്രൂഷ രീതിയിലും അതുപോലെ തന്നെ ചികിത്സാ രീതിയിലും ഒക്കെ
കഴിഞ്ഞ കാലങ്ങളിൽ യുവജന പ്രസ്ഥാനത്തിന് അവിടെ പ്രയത്നിക്കുവാൻ കഴിഞ്ഞു. ഏറെ മിഷണറി പാരമ്പര്യം അവകാശപ്പെടുന്ന CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ ഈ മഹത്തായ ശുശ്രൂഷയെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ കൈത്താങ്ങ് നൽകുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തികമായി ഏറെ പ്രയാസത്തിലൂടെയാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആമുഖമായി ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് യാചിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മളുടെ വചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ നൽകിയിരിക്കുന്ന വിഷയം യുവജനങ്ങൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകർ, നീതിയുടെ പ്രഘോഷകർ, മിനിസ്റ്റേഴ്സ് ഓഫ് ജീസസ്, പ്രൊക്ലെയിമേഴ്സ് ഓഫ് ജസ്റ്റിസ്. സമകാലിക ലോകത്ത് ഏറ്റവും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണ് എനിക്ക് നീതി ലഭിക്കുന്നില്ല, അല്ലെ ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ ചിന്തിക്കുമ്പോൾ നീതി എന്ന ഒരു സ്വഭാവത്തെ പറ്റി, ആ ക്രിയയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കൂട്ടർക്ക് നീതി ലഭിക്കുമ്പോൾ മറുകൂട്ടർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് രാജ്യങ്ങളിലും ഇന്ന് ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിന് നീതി ലഭിക്കുവാൻ വേണ്ടി വേറൊരു രാജ്യത്തിനെ തകർക്കുന്നു, അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഒരു മനുഷ്യന് നീതി ലഭിക്കുവാൻ വേണ്ടി വേറൊരു മനുഷ്യനെ തകർക്കുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. പഴയ നിയമ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു നിയമമുണ്ട്. ഒരുത്തൻ കൂട്ടുകാരനോട് എന്തെങ്കിലും കേടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം. ഒടുവിന് പകരം ഒടുവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള നിയമം. പ്രതികാര ബുദ്ധിയോടെ നടക്കുന്ന ഇന്നത്തെ സമൂഹത്തോട് ക്രിസ്തുവിന്റെ ആഹ്വാനമാണ് പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറുചെകിടം കാണിച്ചു കൊടുക്കുക, 70 വട്ടം ക്ഷമിക്കുക എന്ന വലിയ ഒരു ആഹ്വാനം. ഇങ്ങനെ നീതി നടപ്പാക്കണം എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ചിന്ത. നീതിയുടെ പ്രഘോഷകർ സമാധാന മാർഗത്തിലൂടെ, നീതിയുടെ പ്രഘോഷകർ സമാധാന മാർഗത്തിലൂടെ. സമാധാനത്തിലൂടെ നമുക്ക് എങ്ങനെ നീതി ലഭിക്കാം, അല്ലെ എങ്ങനെ ആ നീതി നമുക്ക് നേടിയെടുക്കാം എന്ന് നമ്മൾ സ്വയം ചോദിക്കും. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് നമ്മളുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഒരു ആയുധം പോലും എടുക്കുവാതെ, ഒരു ആയുധം പോലും എടുക്കാൻ പ്രേരിപ്പിക്കാതെ രാജ്യത്തിന് നീതി നേടിക്കൊടുത്ത ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. യെരമ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ നീതിമാനായ ഒരു മശീഹ, അവന് യഹോവ നമ്മുടെ നീതി എന്ന പേർ എന്ന യേശു ക്രിസ്തു ആയിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും നീതിയുടെ മാതൃക എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്നവരാണ് നമുക്ക് ചുറ്റും ഉള്ളത്. ഇന്ന് അവര് എന്താണ് ചെയ്യുന്നത്? നീതിയുടെ സ്വഭാവം തന്നെ മാറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയെ കയ്യേറ്റം ചെയ്യുന്നതും, ഭക്ഷണം മോഷ്ടിച്ച ഒരു ആദിവാസി യുവാവിനെ കൂട്ടമായി തല്ലിക്കൊല്ലുകയും ആൾക്കൂട്ട കൊലപാതകവും ഒക്കെ ഇവർ വീഡിയോ എടുത്ത് വൈറലാക്കി, ഇതാണ് യഥാർത്ഥ നീതി, ഇതാണ് നമുക്ക് കിട്ടേണ്ട നീതി എന്ന് കൊട്ടിഘോഷിക്കുകയും യുവജനങ്ങളുടെ മനസ്സുകളിൽ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. തനിക്കെതിരായി നിൽക്കുന്നവരെ തകർക്കണം, നശിപ്പിക്കണം എന്ന ഒരു ചിന്തയാണ് ഇന്ന് ഏറെയുള്ളത്. ഇന്നത്തെ യുവസമൂഹത്തിനും ആ ചിന്ത ഏറെക്കൂടെ കടന്നുകൂടിയിട്ടുണ്ട്. ഇതാണ് നീതി എന്നുള്ളത് സമൂഹത്തിന് മാതൃകയാകേണ്ടവർ, മുതിർന്നവർ,
ഒക്കെ അറിഞ്ഞോ അറിയാതെയോ യുവജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിനും മാതാപിതാക്കൾക്കും യുവജനത്തെ പേടിയാണ്, ഭയമാണ് എന്നുള്ളൊരു സത്യം. അതാണ് മാധ്യമങ്ങൾ നമ്മളെ കാണിക്കുന്നത്. മാതാപിതാക്കളെ അപഹരിക്കുന്ന പൈതങ്ങൾ, പിതാവിനെ ചവിട്ടിക്കൊല്ലുന്ന പുത്രൻ, ഭാര്യയെ ചവിട്ടി തകർക്കുന്ന പുത്രൻ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ യുവജന സുഹൃത്തുക്കളെ, നിങ്ങളിത് മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അന്ന് ജീവിച്ചിരുന്നപ്പോൾ അന്നത്തെ റോമാ സാമ്രാജ്യവും അന്നത്തെ പരീശന്മാരും പള്ളി പ്രമാണികളും എല്ലാവരും ഒന്നടങ്കം ഭയപ്പെട്ടിരുന്നു. കർത്താവിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളോ അല്ല ആയുധത്തിന്റെ മൂർച്ചയോ അല്ലെങ്കിൽ കായികമായിട്ടുള്ള ശക്തിയോ അല്ല അവർ ഭയപ്പെട്ടത്. എന്നാൽ കർത്താവിൻ്റെ സമാധാന വിപ്ലവത്തെ ആണ് അവർ ഭയപ്പെട്ടത്. സ്നേഹത്തിലൂടെയുള്ള സമാധാന വിപ്ലവം. പ്രതികരണമൊന്നുമില്ലാതെ ന്യായവിസ്താരത്തിൽ ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് ക്രിസ്തുവിനെ ചൊടിച്ചപ്പോൾ തൻ്റെ വാക്കുകൾ കൊണ്ടുപോലും മറ്റൊരാളെ വേദനിപ്പിക്കാൻ കർത്താവ് തയ്യാറായി. അങ്ങനെ ഒരു പുത്രനായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ സമാധാനവും സ്നേഹവുമായിരിക്കണം നമ്മളുടെ നീതിയിലേക്കുള്ള വഴി. തൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, മറ്റുള്ളവനോട് 70 വട്ടം ക്ഷമിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, അവരെ ചേർത്ത് നിർത്തുക എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് അനുസരിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളത്. ലോകത്തിൽ ഇന്ന് നിലകൊള്ളുന്ന എല്ലാ നിയമങ്ങളും നമുക്ക് മുൻപേ ലഭിച്ചിരിക്കുന്ന 10 കൽപ്പനകളിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. കർത്താവ് ഈ കൽപ്പനകളൊക്കെയും അനുസരിച്ച് നടന്ന വ്യക്തിയാണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് കർത്താവിനെ മാതൃകയാക്കുവാനും കർത്താവിനെ പോലെ ആകുവാനും ഈ 10 കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചാൽ മതി എന്നാണ്. നമ്മുടെ ഭവനങ്ങൾ ചുവരുകളിലൊക്കെ എഴുതി വെക്കേണ്ട ഈ കൽപ്പനകളാണ്. നമ്മളുടെ ഭവനങ്ങളിൽ അതില്ലെങ്കിൽ നമ്മൾ അത് എഴുതി വെക്കണം എന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആൾക്കാരാണ് ക്രിസ്ത്യാനി. ഇതാണ് ഞാൻ ഒന്നാമതായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ച ചിന്ത. നീതിയുടെ പ്രഘോഷകർ സമാധാന മാർഗത്തിൽ. രണ്ടാമതായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിന്ത നീതിയുടെ ദാസനാവും. നീതിയുടെ ദാസനാവും. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട പാഠഭാഗങ്ങൾ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് ദാസൻ. കർത്താവ് പിതാവായ ദൈവത്തിന്റെ ദാസനാകുന്നു. നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവർ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യ ജീവിതത്തിൽ ഒരു പ്രധാന സത്യമാണ്, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്. ഉപേക്ഷിച്ചാൽ മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലും നേടിയെടുക്കുവാൻ സാധിക്കൂ. നമ്മളുടെ നോമ്പും അതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥനകളുമൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പരീക്ഷയിൽ നല്ല വിജയം കിട്ടണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ സ്ഥിര വിനോദങ്ങളായ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചവർ നല്ല വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നേട്ടമുള്ള ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ വിട്ടുകൊടുക്കുവാനുള്ള മനസ്സ് വേണം. മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മ വേണം. മറ്റുള്ളവരുടെ മുമ്പിൽ ദാസരായിരിക്കണം എന്നത്. ഇന്ന് മാതാപിതാക്കൾ തൻ്റെ മക്കളെ ഒക്കെ മത്സര ബുദ്ധിയുള്ള പൈതങ്ങളായിട്ടാണ് വളർത്തുന്നത്. കൂട്ടുകാരനെക്കാളും കൂടുതൽ മാർക്ക് ലഭിക്കണം, അവനേക്കാളും മികച്ചമായി പെർഫോം ചെയ്യണം, ഒന്നാമതാകണം. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരമാണ്. എപ്പോഴും മത്സരിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഇന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്.
എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, ഈ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭൗതികമായിട്ട് പലതും നേടിയെടുക്കുവാൻ സാധിക്കും. സമ്പത്തും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ ആത്മീയമായിട്ട് വട്ടപൂജ്യം മാത്രം. സ്നേഹവും സമാധാനവും ഇല്ലാത്ത ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നു, പിതാവായ ദൈവത്തിന്റെ ദാസനാകുന്ന പുത്രനെ ഈ ലോകത്തിൽ ദാസനായി നൽകി, അല്ലെ ന്യായാധിപനായിട്ടും നൽകും എന്ന് പ്രവചിച്ചു. അതാണ് പിതാവായ ദൈവത്തിന്റെ നീതി. സ്വന്തം പുത്രനെ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ, അവർക്ക് ദാസനായിരിക്കുവാനും വേണ്ടി പുത്രനെ അയച്ച പിതാവായ ദൈവം ഈ ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ നീതിയാണ്. ഇന്ന് എത്ര മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ദൈവത്തിന്റെ ദാസനായി നൽകുന്നു? ജീവിതത്തിൽ സമ്പത്തും പ്രശസ്തിയും അല്ല ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ വൈകിപ്പോകുന്നു പലപ്പോഴും. വിദ്യാഭ്യാസം പൂർത്തിയായി ജോലിയില്ലാതെ നിൽക്കുന്ന അനവധി യുവജനങ്ങൾ ഇന്ന് സഭയിലുണ്ട്. എന്നാൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയ സമയം ദൈവത്തിന്റെ ദാസനാകുവാൻ നിങ്ങൾ തയ്യാറാകാറുണ്ട്. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. വിട്ടുകൊടുത്താൽ മാത്രമേ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കണം. തെലങ്കാന മിഷനിൽ നിങ്ങളുടെ ജീവിതത്തിലെ വെറുതെ കളയുന്ന ജീവിതത്തിലെ ഒരു 6 മാസമെങ്കിലും നൽകും. മറ്റുള്ളവരെ ശുശ്രൂഷിപ്പിക്കാൻ, അവർക്ക് ദാസനായിരിക്കുവാൻ ക്രിസ്തു കാണിച്ചതുപോലെ നിങ്ങളും തയ്യാറാകണം എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ പിതാവ് മാനിക്കും. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിൽ സെബദി മക്കളായ യാക്കോബും യോഹന്നാനും ഭൗതികമായിട്ട് നേട്ടങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ വരുന്നു. നിന്റെ വലത്തും ഇടത്തും ഞങ്ങളെ ഇരുത്തണം എന്ന് കർത്താവിനോട് അപേക്ഷിക്കും. ഒരു വരം ചോദിക്കുകയാണ്. ഭൗതികമായിട്ടുള്ള ലക്ഷ്യത്തോടെ വന്ന യാക്കോബും യോഹന്നാനും. ഇന്ന് സഭ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അംഗത്വം എടുക്കുന്നത് പോലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. പല സഭകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി സഭാംഗത്വം എന്നുള്ളത്. നമ്മളുടെ ഒരു ഇടവകയിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു കാര്യസാധ്യം നേടാത്ത ഒരു സഭാംഗം അത് നേടിയെടുക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് തൻ്റെയും കുടുംബത്തിൻ്റെയും മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്ത് വേറെ സഭയിൽ ശ്രമിച്ചു. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി സഭയിലും അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുവാൻ വലിയ പ്രയാസങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളൊരു സത്യമാണ്. കാരണം ഭൗതികമായിട്ട് ഇവിടെ സഭയിൽ ഒന്നും നൽകപ്പെടുന്നില്ല. അവിടെ നിങ്ങൾ നിരാശരാകേണ്ടി വരും എന്നുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വളരെ മുന്നേറുവാൻ വേണ്ടി, ദൈവത്തിനു വേണ്ടി നൽകുവാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ ദൈവത്തിനു വേണ്ടി ഉപേക്ഷിക്കുവാൻ സാധിക്കും. വെറുതെ ഉപേക്ഷിക്കേണ്ട. നിങ്ങൾ ഉപേക്ഷിച്ചാൽ അതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളും ബലം കായ്ക്കുന്ന യുവജനങ്ങളായി മാറും എന്ന് ദൈവം പറയുന്നു. മൂന്നാമത്തെ അവസാനമായിട്ടുള്ള ചിന്ത നീതിക്കായി മൗനം വെടിയണം എന്നുള്ളത്. നീതിക്കായി മൗനം വെടിയണം എന്നുള്ളത് മർക്കോസിന്റെ സുവിശേഷം ഒത്തിരിയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സുവിശേഷമാണ്. മറ്റു സുവിശേഷമായിട്ട് വളരെ വ്യത്യാസമുള്ള ഒരു സുവിശേഷമാണ്. ലോകർക്ക് വേണ്ടിയുള്ള സുവിശേഷമാണ്. ബാക്കിയുള്ള സുവിശേഷകർ യഹൂദ സഭയ്ക്ക് അല്ലെ യഹൂദ മതത്തിന് വേണ്ടി മാത്രം എഴുതിയപ്പോൾ മർക്കോസ് സുവിശേഷം എഴുതിയത് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്. ലോകത്തിലുള്ള മറ്റെല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് മർക്കോസ് സുവിശേഷം എഴുതിയത്. കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്കായി ഗലീല ദേശം തെരഞ്ഞെടുത്തത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേദശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പോസ്റ്റ് കൊളോണിയൽ തിയറിയൊക്കെ വെച്ച് വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും അത് വ്യാഖ്യാനിക്കാറുണ്ട്.
എന്നാൽ റോമൻ ഭരണത്തിന്റെ കീഴിൽ വളരെ കഷ്ടത അനുഭവിച്ച ഒരു പ്രദേശമായിരുന്നു ഗലീല പ്രദേശം. 19 തരം ടാക്സുകൾ അന്ന് നിലവിലുണ്ടായിരുന്നു. പട്ടാള ഭരണമായിരുന്നു അന്ന് അവിടെ. ഏകദേശം ഇന്നത്തെ കാശ്മീരിന്റെ ഒരു സമാന അന്തരീക്ഷമായിരുന്നു അന്ന് ഗലീല ഉണ്ടായിരുന്നത്. വിപ്ലവത്തിന് പറ്റിയ ഒരു മണ്ണായിരുന്നു ഗലീല. ഈ വ്യവസ്ഥയ്ക്കെതിരാണ് കർത്താവ് പ്രതികരിച്ചത്. ആയുധമെടുത്തോ കായിക ശക്തിയോടുകൂടെയല്ല കർത്താവ് പ്രതികരിച്ചത്, അഹിംസയിലൂടെയാണ് പ്രതികരിച്ചത്. കർത്താവ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ പോസ്റ്റുകൾ ഇട്ട് അല്ല പ്രതികരിച്ചു. അവരുടെ ഇടയിൽ ശുശ്രൂഷിച്ചു, അവരെ സൗഖ്യമാക്കി, താഴെ കെട്ടിലുള്ളവരുടെ ഉന്നമനത്തിനുമൊക്കെയാണ് ആത്മാർത്ഥമായി പ്രതികരിച്ച് സഹായിച്ചത്. അങ്ങനെയാണ് കർത്താവ് അവിടെ ശുശ്രൂഷ ചെയ്തത്. ഇന്ന് പ്രതികരണമെല്ലാം പോസ്റ്റുകളും സ്റ്റാറ്റസുകളും ഒക്കെയായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. എന്നാൽ അതിനുശേഷം ഈ ഇന്ത്യ രാജ്യത്തിന്റെ നീതിന്യായ വിസ്താരത്തിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ധാരാളം വ്യക്തികൾ പോസ്റ്റുകളും സ്റ്റാറ്റസുകളും ഒക്കെ. ഇതൊക്കെ ഒരു സൈലന്റ് പ്രൊട്ടസ്റ്റ് മാത്രം, നിശബ്ദമായ ഒരു പ്രതികാരം. ഈ സൈലന്റ് പ്രൊട്ടസ്റ്റിലൂടെ ഒന്നും നേടിയെടുക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ളത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ വരെ താഴും എന്ന് നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമുണ്ട്. ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇരിക്കുന്ന തവളയുടെ സ്ഥിതിയാണ് നമുക്കൊക്കെ ഓരോരുത്തർക്കും. ചൂട് ഇപ്പം മാറുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന തവളയ്ക്ക് എന്താണ് അവസാനം പറ്റിയതെന്ന് നമുക്കറിയാം. മരണപ്പെടുകയാണ് ചെയ്തത്. യുവജന പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ദൗത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വർഷത്തിൽ ഒരാഴ്ചയിലേക്കുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പിന്നെ കോൺഫറൻസിന് വരുമ്പോഴുള്ള പ്രവർത്തനങ്ങളും മാത്രമല്ല യുവജന പ്രസ്ഥാനം എന്നുള്ളത് നമ്മൾ ഓർപ്പിക്കണം. ആ ആഘോഷങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ. ഈ സഭയ്ക്കും അതുപോലെ തന്നെ ഇതിന് പുറത്തും ധാരാളം നീതി നിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അവയിലൊക്കെ ഒരു കൈത്താങ്ങ് നൽകുവാൻ, അവരെ കരുതുവാൻ, അവരുടെ വിഷമങ്ങളിലൊക്കെ ഒന്ന് പങ്കുചേരുവാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ഒക്കെയാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന് സൈന്യമായിട്ടാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് യുവജനങ്ങളൊക്കെ ക്രിസ്തുവിന്റെ ദാസനായി തീരുന്നത് എന്നും. ക്രിസ്തീയ വിപ്ലവത്തിന് നിങ്ങളാണ് തുടക്കം കുറിക്കേണ്ടത്. അങ്ങനെയാണ് യുവജന പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുവിൻ എന്നുള്ള വാക്യം യാഥാർത്ഥ്യമാകും. ആ യാഥാർത്ഥ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ ഇടവപ്പെട്ടക്കാരൻ റവറൻ വർക്കിയച്ഛനോടും അസിസ്റ്റന്റ് സബി അച്ഛനും അതുപോലെ തന്നെ ഈ സഭയിലെ കമ്മിറ്റിയും കൈക്കാരന്മാരും അതുപോലെ യുവജന പ്രസ്ഥാനത്തിന് വ്യക്തിപരമായ രീതിയിലുള്ള നന്ദിയും ആശംസകളും അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുക. നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അപ്പോസ്തോല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. അപ്പോസ്തോല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ സമസ്താത്മാവിനാൽ കനിമറിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. 3-ാം ദിവസം മരിച്ചവരെന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തി പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അഞ്ചുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇങ്ങനെ നാം സ്ഥിരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്നിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾ തരണമേ.
ഞങ്ങളുടെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നല്ലോ വരുന്നത് നിൻ്റെ കൽപ്പനകളനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിൽ തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം നിൻ്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. ആമീൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ ദിവസത്തിൻ്റെ ആരംഭം മുതൽ നീ ഞങ്ങളെ സുഖത്തോട് കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും അങ്ങയുടെ മുമ്പാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. ഈ ദിവസങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആയുസ്സിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചവരെയും കുടുംബജീവിതത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചവരെയും എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇടവകയുടെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകനുമാവുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടെ നൽകുന്നതായിട്ടുള്ള ആയുസ്സിനെ കർത്താവേ ഇത്രത്തോളം പൂർത്തീകരിപ്പാൻ നിൻ്റെ മക്കളെ അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നാളുകൾ പെരുകുന്നത് കർത്താവെ ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. ആ വലിയ കൃപയിൽ കർത്താവെ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ നിൻ്റെ പ്രിയമക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ആയുസ്സിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചവരെയും കുടുംബജീവിതത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങൾ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ ദൈവകൃപയിൽ അവരെ അവിടുന്ന് സൂക്ഷിക്കണമേ. അനുഗ്രഹത്തോടെ ദൈവകൃപയോടുകൂടെ കർത്താവെ മുന്നോട്ട് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകുന്നതായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കർത്താവെ മറ്റുള്ളവരുടെ കർത്താവെ അനുഗ്രഹത്തിനും മുഖാന്തരമാക്കി തീർക്കുവാൻ നിൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണം. അവർ പഠിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മേഖലകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആപത്തുകളുടെ അനർത്ഥങ്ങളുടെ നടുവിൽ നിന്ന് അവരെയൊക്കെ അവിടുന്ന് വിടുവിച്ച് സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം നിൻ്റെ മക്കളോട് കൂടെ ഇരുന്ന് ആരോഗ്യത്തോടും ബലത്തോടും നിൻ്റെ മക്കളെ തുടർന്നും പരിപാലിക്കണം. കൃപയോടെ വഴി നടത്തണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയതോ നീ കേൾക്കുമാറാകണമേ. ആമീൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഒരു യുവജന ഞായറായി ഈ ഞായറാഴ്ച വേർതിരിച്ചിരിക്കുമ്പോൾ എല്ലാ യുവജനങ്ങളെയും പ്രത്യേകമായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യൗവനത്തിലെ കർത്താവെ തൻ്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ പ്രതികൂലമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ സാഹചര്യത്തിൽ കർത്താവെ ദൈവത്തെ മറക്കാതെ വണ്ണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു യുവതലമുറ ഈ നാളുകളിൽ കർത്താവെ വളർന്നു വരുവാനിടയാകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു പ്രഭാതം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ ആയുസ്സിൻ്റെ ഈ നിമിഷം വരെയും വ്യാപരിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വ്യക്തികളായും കുടുംബങ്ങളായിട്ടൊക്കെ നാം അനുഭവിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയായിട്ട് നാം അനുഭവിച്ച എല്ലാ നന്മകളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ധാരാളമായിട്ടുള്ള കൃപകൾ വ്യാപരിപ്പാനായിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ദൈവത്തിൽ നിന്നുള്ള നന്മകൾ അനുഭവിച്ചിട്ടും ദൈവത്തെ മറന്ന് ജീവിച്ചതായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. കർത്താവെ ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാതെ വണ്ണം ലഭിക്കാത്തതിനെ ഓർത്ത് ഞങ്ങൾ പലപ്പോഴും പിറുപിറുത്തിട്ടുണ്ട്. ആ കുറവുകളെല്ലാം നമ്മോട് ക്ഷമിക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ പാപത്തെ വെറുക്കുകയും പാപിയോട് ക്ഷമിക്കുകയും ചെയ്യുന്നവനായിട്ടുള്ള ദൈവമാകും. നമ്മുടെ എല്ലാ കുറവുകളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം.
മുന്നോട്ടുള്ള ആ ജീവിതയാത്രയിൽ കർത്താവെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. രോഗത്തിൻ്റേതായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ നമുക്കുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളവരുണ്ട്. ഈ ദിവസങ്ങളിൽ സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ദീർഘനാളുകളായി രോഗാവസ്ഥയിൽ ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നതായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ക്യാൻസറിൻ്റേതായ ചികിത്സയുടെ ആവശ്യങ്ങളായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നതായിട്ടുള്ള എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദേശത്തെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തെയും ഇന്ത്യ രാജ്യത്തെയും ലോകമെമ്പാടുമുള്ള കർത്താവെ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അനേകർ കർത്താവെ രോഗത്തിൻ്റേതായ ഭാരത്തിലൂടെ കടന്നു പോകുന്ന കർത്താവെ ചികിത്സിപ്പാൻ ഉള്ള കർത്താവെ സാഹചര്യങ്ങളില്ലാതെ വണ്ണം ശുശ്രൂഷിപ്പാൻ കർത്താവെ ആരുമില്ലാത്തതായിട്ടുള്ള സാഹചര്യത്തിൽ ഒക്കെ അനേകർ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് അനേക ഡോക്ടർമാരും നഴ്സുമാരൊക്കെ കർത്താവെ അനേകരെ രോഗികളായി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. കർത്താവെ പ്രതികൂലമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ, സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരത്തിൻ്റെ സ്പർശനം കർത്താവെ ഓരോ വ്യക്തികളെയും തൊടുവാനായിട്ട് ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ മാറായ മധുരമാക്കിയവനായ ദൈവം, കർത്താവെ ഞങ്ങളുടെ കണ്ണുനീരിനെ കാണുന്നവനായിട്ടുള്ള ദൈവം ആകയാൽ നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണീരോടുകൂടെ നമ്മുടെ ഈ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്ന കർത്താവെ, ഞങ്ങളുടെ കർത്താവെ പാപങ്ങളോ ഞങ്ങളുടെ കുറവുകളോ കർത്താവെ അതിന് കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ ഈ ലോകത്തെ അവിടുന്ന് വീണ്ടെടുക്കണമേ, വിടുവിക്കണമേ, സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇതുമായി COVID-19 ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ്, മെഡിക്കൽ സ്റ്റാഫുകൾ, വോളണ്ടിയേഴ്സ്, മറ്റ് പ്രിയപ്പെട്ടവരെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് വിദൂരതയിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകരുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കടഭാരങ്ങളിലൂടെ ഈ നാളുകളിൽ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടതായിട്ടുള്ള അനേക പ്രിയപ്പെട്ടവർ ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ധാരാളമായ കൃപ അവരുടെ മേൽ വ്യാപരിപ്പാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 400-ലധികം ഭവനങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ഭവനത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും കരുതലും കൂടിയിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയിൽ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ധാരാളമായ കൃപ അവരുടെ മേൽ വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവയുടെ എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നാളുകളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പാരിഷ് ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയൊക്കെ പൂർത്തീകരിച്ചു. തുടർന്ന് കർത്താവെ അത് പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ തുറന്നു കൊടുക്കുവാൻ ആവശ്യമാകുന്ന എല്ലാ മുഖാന്തരങ്ങളെയും ഈ നാളുകളിൽ ഒരുക്കി നൽകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അക്ഷീണം കർത്താവെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ചെറുതും വലുതുമായിട്ടുള്ള ദാനങ്ങളാൽ ഈ പ്രവർത്തനത്തെ ഇത്രത്തോളം പൂർത്തീകരിപ്പാൻ സഹകരിച്ച എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇടവകയിലെ ശുശ്രൂഷകരെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഇടവകയുടെ പ്രവർത്തനങ്ങൾക്കും കർത്താവെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതായിട്ടുള്ള സബിയച്ചനെയും കൊച്ചമ്മയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ പ്രസ്ഥാനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. സൺഡേ സ്കൂൾ, ഗായക സംഘം, സ്ത്രീജന സഖ്യം, യങ് ഫാമിലി ഫെലോഷിപ്പ്, യുവജന പ്രസ്ഥാനം, എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ കർത്താവെ ദൈവിക ബോധമുള്ളവരായി ജീവിപ്പാൻ കർത്താവെ സഭയ്ക്കും സമൂഹത്തിനും കുടുംബങ്ങൾക്കും ദേശത്തിനുമൊക്കെ അനുഗ്രഹമായി ജീവിപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച്
നമ്മുടെ മഹായുടെ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. അഭിയന്യ തിരുമേനിയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും മിഷണറിമാരെയും മിഷൻ പ്രവർത്തകരെയും സിസ്റ്റേഴ്സിനെയും എല്ലാം ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭാ ശുശ്രൂഷകരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. വൈദിക വിദ്യാർത്ഥികളെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വൈദിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹായുടെ യുവജന പ്രസ്ഥാനത്തെയും അതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹായുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ധാരാളമായ കൃപ ശുശ്രൂഷകളിലൊക്കെ വ്യാപരിക്കപ്പെടുവാൻ ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ വിധേയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചന ശുശ്രൂഷ നിർവഹിച്ചതായിട്ടുള്ള പ്രിയദാസനെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ അനേകർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ശാന്തമായി നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിനയത്തോടെ താഴ്മയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകലകരണങ്ങളുടെയും പിതാവേ, അയോഗ്യരായ ഇടയാരോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല നന്മയ്ക്കായിട്ടും മാതൃകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത് അങ്ങയുടെ വിലമതിച്ചിടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാടുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതിരുകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ അങ്ങയുടെ സ്തുതിയെ പ്രസ്തുപ്പെടുത്തേണ്ടതിന് ഞങ്ങളുടെ സകലകരണങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തെ മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരവണ്ണം നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമീൻ. ക്രിസ്തീയ ഗീതങ്ങളിൽ 426 ഗീതത്തിൻ്റെ 1, 2 അവസാനത്തെയും ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. ഗീതം 426 1, 2 അവസാനത്തെയും ചരണങ്ങൾ. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായൊരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യുവജന ഞായറാഴ്ചയായി കർത്താവേ ഈ ദിവസത്തെ വേർതിരിക്കുവാനും കർത്താവേ ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും ദൈവസന്നിധിയിൽ ഞങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അവർക്ക് നൽകിയിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും താലന്തുകളും കർത്താവെ നല്ല സാഹചര്യങ്ങളുമൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ കർത്താവെ ഇതിൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കുവാനായിട്ടല്ല, നല്ലതും ദൈവഹിതവും ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ ദൈവം തങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ നിർവഹിപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവെ നിൻ്റെ മക്കൾക്ക് കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കരുതലും നൽകി കർത്താവെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ മുറ്റുമായി ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മുന്നോട്ടുള്ള കർത്താവ് എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിലൂടെ നീളം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷകൾ വന്നുപോയ കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം. തുടർന്ന് അങ്ങേക്ക് വേണ്ടി കർത്താവെ പ്രവർത്തിപ്പാൻ ഞങ്ങളെല്ലാം അവിടുന്ന് ബലപ്പെടുത്തണം. കൃപയോടെ ഞങ്ങളെ വഴി നടത്തണം. വചനം ഞങ്ങളോട് സംസാരിച്ച പ്രിയദാസനെയും തുടർന്ന് അവിടുന്ന് ബലപ്പെടുത്തണം. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൽ തങ്ങളുടെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും നമ്മെല്ലാവരോടും കൂടെ എന്നേക്കും കാലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യുവജന ഞായറാഴ്ചയായി വേർതിരിക്കപ്പെട്ട ഈ ഞായറാഴ്ചയിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് ധാരാളമായ കൃപ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ നാളുകളിൽ വ്യാപരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യുവജന ഞായറാഴ്ചത്തെ ഈ ആരാധനയിൽ പ്രത്യേകമായി ദൈവവചന ശുശ്രൂഷ നിർവഹിച്ചതായിട്ടുള്ള ഷിൻഡു ജോൺ ചാണ്ടിയോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പള്ളം സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ഇടവകയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രിയദാസൻ ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവനാമ മഹത്വത്തിനും അനേക യുവജനങ്ങളുടെ അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം യുവജന ഞായറായിട്ട് ഈ ഞായറാഴ്ച വേർതിരിച്ചിരിക്കുമ്പോൾ നമ്മുടെ മഹാ ഇടവക യുവജന പ്രസ്ഥാനത്തെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവകൃപയോടെ മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നതായിട്ടുള്ള തെലങ്കാന മിഷനെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഈ സാഹചര്യത്തിൽ അവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മിഷണറിമാർക്കും മിഷൻ പ്രവർത്തകർക്കും ഒക്കെ ധാരാളമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. നമ്മുടെ സഹകരണം കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുള്ളൂ. അവിടെ പ്രവർത്തിക്കുന്ന മിഷണറിമാർക്കും മിഷൻ പ്രവർത്തകർക്കുമൊക്കെ ഈ നാളുകളിൽ ശമ്പളം നൽകേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നതായിട്ടുള്ള സഹകരണം ഈ നാളുകളിൽ പ്രത്യേകമായിട്ട് ഉണ്ടാകണം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ലഭ്യമായിട്ടുള്ള കവറുകളൊക്കെ കപ്പ്യാരന്മാരുടെ കൈവശം കൊടുത്തയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കവറുകൾ എല്ലാവർക്കും ലഭിച്ചില്ല എങ്കിൽ പോലും യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ, പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന എല്ലാ സഹകരണവും ഇടവാങ്ങളിൽ നിന്ന് ഈ നാളുകളിൽ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ഈ COVID-19 കാലഘട്ടത്തിൽ ആവശ്യത്തിലിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും സഹായം ആവശ്യമാവുന്നുവെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ അത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഇടവാങ്ങൾക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കുമൊക്കെ വേണ്ടുന്നതായിട്ടുള്ള സഹായമോ മറ്റ് അവർ ആവശ്യങ്ങളിരിക്കുമ്പോൾ അവരെ സഹായിപ്പാനായിട്ടൊക്കെ നമ്മുടെ യുവജനങ്ങൾ മുൻകൈയെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കൾ അതിനായിട്ട് അവരെ ഒരുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സമയത്ത്
ഓർമ്മിപ്പിക്കുന്നു. മുമ്പ് ഓർമ്മിച്ചിട്ടുള്ളതുപോലെ പാരിഷ് ഹാളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അത് തുടർന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ നാളുകളിൽ അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. അതിനുവേണ്ടി അത്യാധ്വാനം ചെയ്ത അനേകരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി ചെറുതും വലുതുമായിട്ടുള്ള ദാനങ്ങൾ നൽകിയതായിട്ടുള്ള അനേകരുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകമായിട്ട് സ്തോത്രം ചെയ്യുന്നു. മുന്നോട്ട് അത് തുറന്ന് പ്രവർത്തിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ഒരു വലിയ നടത്തിപ്പുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഈ നാളുകളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ഈ നാളുകളിൽ ആയിരിക്കാൻ പ്രത്യേകമായിട്ട് ഓർക്കണം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ദൈവത്തിന് ധാരാളമായ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നതിനിടയാകട്ടെ. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.